ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്ലാം ഷിപ്പ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും ഞാൻ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരുന്ന ദിവസമാണ്. ഇപ്പോഴും സന്തോഷമാണ്, എന്നാൽ അന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിരുന്നു. ഇത് എൻ്റെ വളക്കാപ്പ് ഫംഗ്ഷൻ്റെ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുക. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പ്രഗ്നൻസി സമയത്തുള്ള ഈ ഒരു ചടങ്ങുകളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ സമ്മാനിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ചടങ്ങുകളാണ്. അപ്പോൾ അത് ചടങ്ങുകളല്ല, അതിലെല്ലാവരും പങ്കെടുക്കുന്നതും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതുമാണ്. ഈ ചടങ്ങിൽ ഞങ്ങളുടെ 2 പേരുടെ ഫാമിലി ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ഹാപ്പി എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ ഓഫ് ഹാപ്പിനെസ് ഇല്ലേ, ആ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ജീവിതത്തിൽ ഈ ഒരു ദിവസം മറക്കില്ല, ഒരിക്കലും മറക്കില്ല. അമ്മ എനിക്ക് വളയിട്ട് തരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് അമ്മ. അമ്മയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് വെക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെ പറഞ്ഞത്. പ്രഗ്നൻസി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരും. അന്ന് ഒരുപാട് കുപ്പികളെ ഇട്ടു, പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരുങ്ങിയിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്നുള്ളതൊക്കെ. വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വളരെ ഹാപ്പിനെസ് തോന്നുന്ന മൊമെൻറ്റ്സ് ആണ് ഇതെല്ലാം. ഈ വീഡിയോയിൽ 2 വട്ടം അമ്മ എനിക്ക് വളയിട്ട് തരുന്നുണ്ട്. അതൊന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അമ്മയാണ് ചടങ്ങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദറിന് പകരമായിട്ട് അമ്മ എനിക്ക് ഇട്ട് തന്നത്. ബ്രദർ നാട്ടിലില്ല, UK-ലാണ്. അതിന് പകരമായിട്ട് എനിക്ക് ഇട്ട് തന്നതാണ്. അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ ഒരു ഉമ്മയും എൻ്റെ അമ്മയുടെ ഒരു ചക്കര ഉമ്മയും തന്നിട്ട് വളരെ വളരെ നമുക്ക് സന്തോഷം തോന്നുന്ന കുറേ നിമിഷങ്ങളുള്ള നല്ല നല്ല ഓർമ്മകളുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഇതുപോലെ പ്രഗ്നൻസി ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതേപോലെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുക. ഇപ്പോൾ ഇതൊരു ട്രെൻഡാണ്, ചടങ്ങായിട്ടല്ല ഇത് നടത്തുന്നത്. ജസ്റ്റ് എന്താ പറയുക, മധുരം തരിക, വളയിടുക മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ ചടങ്ങുകളൊന്നും ഒരുപാടൊന്നുമില്ല. ഈ ഒരു മധുരം തരുന്നതും വളയിടലുമാണ് മെയിനായിട്ട് നമ്മളതിൽ ഹൈലൈറ്റ് ചെയ്ത്. പിന്നെ എല്ലാവരും ഒന്നിച്ച് കൂടുക, സംസാരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, കോമഡി പറയുക, ഇതൊക്കെയായിരുന്നു അവിടെ മെയിനായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ. ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മധുരം തരുന്നതും വളയിടുന്ന ചടങ്ങുമാണ്. ആള് സത്യം പറഞ്ഞാൽ എനിക്ക് മധുരം തരുന്നതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ഫോട്ടോ എടുക്കുന്നതിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കളിയാക്കുന്നുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ എന്താ പറയുക, കുറച്ച് നല്ല നല്ല ഓർമ്മകളുള്ള നിമിഷങ്ങളൊക്കെയാണ് ഇതിൽ. കോമഡി ആയിരുന്നു, നല്ല രസമായിരുന്നു. കൊടുക്കണില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഈ 7ാം മാസത്തിലെ ചടങ്ങ് എന്താണെന്നുള്ളത്. 7 കൂട്ട പലഹാരങ്ങൾ വെച്ചിട്ട് എല്ലാവരും കൂടി ഫാമിലിയായിട്ട് ഒത്തുകൂടി ഹാപ്പി ആയിട്ട് ആ ഒരു പ്രഗ്നൻസി ലേഡീനെ എത്രത്തോളം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും ഹാപ്പി ആയിട്ട് വെക്കുന്ന ഒരു ഫങ്ഷൻ. അത് ചടങ്ങുകൾ കാര്യങ്ങളും അല്ല, ആ ഒരു ടൈമിലുണ്ടാകുന്ന കുറേ മൊമെൻറ്റ്സ്, അതായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത്. അടുത്തതായിട്ട് എനിക്ക് സ്വീറ്റ് തന്നത് ചേച്ചിയായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഡയമണ്ടിൻ്റെ റിങ് തന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനത്. നമുക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ, ആ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അത് കഴിഞ്ഞ് എനിക്ക് വളയിട്ട് തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്. ആള് മാച്ചിന് വളയൊക്കെ നോക്കിയിട്ട് ഭയങ്കര കോമഡിയായിരുന്നു. മാച്ചിന് വളയൊക്കെ നോക്കി 2-3 വട്ടം വളയൊക്കെ മാറ്റിയിട്ടാണ് എനിക്ക് വളയിട്ട് തന്നത്. അനിയൻ കഴിഞ്ഞിട്ട് എനിക്ക് വളയിട്ട് തന്നത് ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയായിരുന്നു വളയിട്ട് തന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഓരോ ഫാമിലി മെമ്പേഴ്സായിട്ട് വന്നിട്ട് എനിക്ക് സ്വീറ്റ് വരുന്നതും വളയിടുന്നതും ഓരോ വീഡിയോയും ഫോട്ടോ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കാം. ഓരോ ഫോട്ടോയും കാണുമ്പോഴത്തേക്കും ഓരോരോ ഓർമ്മകളാണ്. ഓരോരുത്തരിൽ നിന്നും കിട്ടുന്ന നമുക്ക് ഓരോരോ അനുഭവങ്ങളില്ലേ. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്ന കുറേ മൊമെൻറ്റ്സുള്ള കുറേ നല്ല നല്ല ഫോട്ടോസ് കിട്ടിയ ഒരു നല്ലൊരു ഫങ്ഷനായിരുന്നു.
അപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, കൂടുതലും ഫോട്ടോസായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തത്, വീഡിയോ ആയിട്ട് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു വോയിസ് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ സന്തോഷം പങ്കുവെച്ചിട്ടുള്ള അമ്മയുടെ വോയിസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ടോ. നല്ല മഴയുള്ള ടൈമിലായിരുന്നു അമ്മ വോയിസ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് വോയിസിൽ വ്യതിയാനങ്ങളുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എൻ്റെ മക്കളെ വളക്കാപ്പ് ഫംഗ്ഷൻ ഗ്രാൻഡായി നടത്തണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് അത് നടത്തി. നല്ലതായിരുന്നു, വിചാരിച്ചതിനേക്കാളും നല്ലതായ ഫംഗ്ഷൻ നടന്ന് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും സന്തോഷമായിട്ട് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞ് വൈകുന്നേരം മോളുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനും ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ ഗ്രാൻഡായി നടത്തി. അങ്ങനെ 2 ഫംഗ്ഷൻ ഒരു ദിവസം ഞങ്ങൾക്ക് നടത്താനുള്ള ഭാഗ്യം ദൈവം തന്ന്. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് അതെല്ലാം ദൈവം കർത്താവ് അതെല്ലാം നടത്തി തന്ന്. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ കർത്താവ് എല്ലാം നടത്തി തന്ന്. സന്തോഷമായിരുന്നു ഞങ്ങളുടെ ആ ഫംഗ്ഷൻ. വളക്കാപ്പ് ഫംഗ്ഷന് വേണ്ടി ഞങ്ങൾ 7 ഇനം പലഹാരം ഞങ്ങൾ പറഞ്ഞിവിടെ അടുത്ത് കൊടുത്ത് ചെയ്യിച്ച് ഒരാളിനെ കൊണ്ട് 7 ഇനം പലഹാരം ഉണ്ടായിരുന്നു. എല്ലാം 100 വീതം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം മോൾക്ക് അത് കൊടുത്ത് പങ്കുവെച്ച് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് ആ ഫംഗ്ഷൻ ഞങ്ങൾക്ക് നന്നായി നടന്ന് എല്ലാ കാര്യങ്ങളും സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലാവരും ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്കെല്ലാം. അങ്ങനെ മോളുടെ വളക്കാപ്പ് ഫംഗ്ഷനും വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം ഒരു ദിവസം നടന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ആസ്വദിച്ച് ആഘോഷിച്ച് ഞങ്ങൾ പിരിഞ്ഞു. ഫംഗ്ഷൻ്റെ അവസാനം ഞങ്ങളൊരു റീലെടുക്കാനായിട്ടൊരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയകരമായി നടന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫംഗ്ഷൻ്റെ അവസാനം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. ഭാവിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണിത്. പ്രഗ്നൻസി സമയം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എനിക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളൊരു സംഭവമായിരുന്നു സദ്യ. അപ്പോൾ ഫംഗ്ഷന് വന്നപ്പോഴത്തേക്ക് സദ്യ നിർബന്ധമായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ സദ്യയാണ് അന്ന് ഫംഗ്ഷന് റെഡിയാക്കിയത്. അപ്പോൾ സദ്യ കഴിച്ച് ഞാൻ വളരെ ഹാപ്പിയായി, സന്തോഷവതിയായി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. ഗർഭസമയത്ത് നമ്മൾ ഓരോ കൊതികളുണ്ടല്ലോ, അതും ഈ ഒരു ഫംഗ്ഷനോടുകൂടി സാധിച്ചു. വളരെ ടേസ്റ്റായിരുന്നു സദ്യയൊക്കെ. ഫുഡ് വളരെ നല്ലതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞങ്ങളുടെ ഇത് അപ്പുവാണ് ഞങ്ങളുടെ സദ്യ കഴിക്കുന്നതിൻ്റെ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.